Okay. Can you see my screen? Yes, miss. Okay. But I can't see you. Okay. That's fine. So we were discussing the fields related to AI. Okay. Artificial intelligence ഒരുപാട് ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? ഒരുപാട് ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഒന്നൊന്നുമല്ല, ഓൾമോസ്റ്റ് നമ്മൾ പറഞ്ഞു സയൻസ്, സോഷ്യൽ, ഫിസിക്സ്, സൈക്കോളജി എല്ലാ കാര്യങ്ങളെയും കൂടി കണക്ട് ചെയ്തിട്ടാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നുള്ളൊരു കോൺസെപ്റ്റ് തന്നെ. അപ്പൊ അതിന് ഓൾമോസ്റ്റ് ഒരുപാട് ബ്രോഡ് സെറ്റ് ഓഫ് ടെക്നിക്സ് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് AI-ല്. അതില് കുറച്ച് നമ്മൾ പഠിക്കുന്നത് ഒന്ന് മെഷീൻ ലേണിംഗ്, ഡീപ്പ് ലേണിംഗ്, data science and neural network. Machine learning, deep learning, data science and neural network. Okay, machine learning. Okay, actually we are making the machines to learn something from the data. അതിന് ലഭിക്കുന്ന ഡാറ്റയിൽ നിന്ന് മെഷീൻസ് ചില കാര്യങ്ങൾ പഠിക്കണം, like we do. Okay, so actually machine learning is a part of science or science that enables a machine to translate, execute and investigate data for solving real life problems. Okay, actually kore problems undavalla machines ne allengi kore ororo task undav perform cheyendathu allengi kore problem solve cheyendathu undav. അതൊക്കെ എങ്ങനെ ചെയ്യുന്നു വെച്ചാൽ it will get some data, അതിന് കുറച്ച് ഡാറ്റ ഇൻപുട്ട് ആയിട്ട് ലഭിക്കും. ഓക്കെ, ആ ഡാറ്റേനെ ചിലപ്പോൾ അതിനെ മെഷീൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഫോർമാറ്റിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടി വരും അല്ലെ? മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇറ്റ് അണ്ടർസ്റ്റാൻഡ്സ് ഓൺലി സീറോസ് ആൻഡ് വൺസ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇംഗ്ലീഷിൽ ഒരു കമാൻഡ് കൊടുത്താൽ അതിന് മനസ്സിലാവില്ല. ഫസ്റ്റ് ഇറ്റ് ഹാസ് ടു ട്രാൻസ്ലേറ്റ് ദ ഡാറ്റ. മെഷീൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ലാംഗ്വേജിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്യണം അല്ലെ? നമ്മുടെ ഇംഗ്ലീഷിനൊക്കെ നമ്മുടെ കൺവീനിയൻസിനനുസരിച്ചാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കാം. We will be giving input in English or other language we are using. Okay, but machine does not understand our language, so it has to translate to machine language. Then it will perform the execution, then it will perform the task. എന്തിനാണോ ആ ഡാറ്റ നമ്മൾ ഇൻപുട്ട് കൊടുത്തത് ആ ടാസ്ക് അവിടെ പെർഫോം ചെയ്യും. സോ തന്നിരിക്കുന്ന ഡാറ്റയെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, അതിനെ ഒന്ന് അനലൈസ് ചെയ്ത് അതിന്റെ പാറ്റേൺ ഒക്കെ ഐഡന്റിഫൈ ചെയ്തിട്ട് സ്റ്റോർ ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലെ മെഷീൻ ലേണിംഗിന്റെ കോൺസെപ്റ്റ്. അപ്പൊ ഈ മെഷീൻ ലേണിംഗ് എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്? ആക്ച്വലി നമ്മളൊരു ഡാറ്റ കൊടുക്കുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ടാസ്ക് എക്സിക്യൂട്ട് ചെയ്യാം. To perform a task അല്ലെങ്കിൽ to execute a task from a given data. ഒരു ഡാറ്റ കൊടുക്കുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ഒരു കമാൻഡ് അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻ, ഓക്കെ, അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡാറ്റ കൊടുക്കുമ്പോൾ ഒരു ടാസ്ക് പെർഫോം ചെയ്യണം. അതിന് മെഷീൻസിനെ എനേബിൾ ചെയ്യുന്നതാണ് മെഷീൻ ലേണിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ. ഓക്കെ, ദെൻ സംടൈംസ് ഈ ഡാറ്റേനെ ഒന്ന് കാറ്റഗറൈസ് ചെയ്ത് വെക്കണം അല്ലെ? ഓരോന്നിനെ ക്ലാസിഫൈ ചെയ്ത് വെക്കണം, ഓരോ ഡാറ്റനെ ഓരോ ടൈപ്പ് ആയിട്ട് അല്ലെ? ആ കാറ്റഗറൈസേഷന് ഹെൽപ്പ് ചെയ്യുന്നത് മെഷീൻ ലേണിംഗ് ആണ്. അപ്പോൾ ഒരു ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഇന്ന ടൈപ്പ് ഡാറ്റ, അത് എവിടെ ഇരിക്കട്ടെ, ഈ ഡാറ്റ ഇങ്ങനെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് കാറ്റഗറൈസ് ചെയ്ത് വെക്കും. ഓക്കെ, ആ കാറ്റഗറൈസേഷന് നമുക്കത് പറ്റും. നമുക്കൊരു പെൻ കണ്ടാൽ ദിസ് ഈസ് ടു റൈറ്റ്. Okay, pencil കിട്ടിയാൽ this is also used to write, because that both of them comes under the same category which is used to write. And book നമുക്ക് റീഡ് ചെയ്യാൻ ഉപയോഗിക്കാം. അങ്ങനെ നമുക്ക് ഓരോ ഒബ്ജക്റ്റ് കണ്ടാലോ അല്ലെങ്കിൽ ഓരോന്നും ഓരോ ഇൻപുട്ട് അല്ല ഓരോ ഡാറ്റ കാണുമ്പോൾ അല്ലെങ്കിൽ കിട്ടുമ്പോൾ നമുക്കത് ഇന്നതിനാന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അല്ലെ? സെയിം വേ ആ ഒരു ടൈപ്പ് കാറ്റഗറൈസേഷൻ നടത്താൻ വേണ്ടിയിട്ട് ഈ മെഷീൻ ലേണിംഗ് ഹെൽപ്പ് ചെയ്യുന്നു. Then deciphering of given data. ഇപ്പൊ ഡാറ്റയിൽ നമ്മൾ ചിലപ്പോൾ ഒരു എൻക്രിപ്റ്റഡ് ഫോമിലായിരിക്കും ഡാറ്റ ഉണ്ടാവുക. അപ്പൊ ആ ഡാറ്റയിൽ നിന്ന് അതിന് എന്താണ് ആ ഇൻഫർമേഷൻ എന്നുള്ളത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം അല്ലെ? മെഷീന് മനസ്സിലാക്കി എടുക്കണമെങ്കിൽ
മെഷീൻ ലേണിംഗ് ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഡീസൈഫറിങ് ചെയ്യാൻ, അല്ലെങ്കിൽ എക്സ്ട്രാക്ഷൻ, അല്ലെങ്കിൽ ഒരു ഡീക്രിപ്റ്റ് ചെയ്യാൻ, ഒരു മെസ്സേജിലുള്ള വിവരം എന്താണെന്ന് കറക്റ്റ് ഫോമിലേക്ക്, കറക്റ്റ് എന്താ ഉദ്ദേശിക്കുന്നത്, കറക്റ്റ് ഇൻഫർമേഷൻ എന്താന്ന് മനസ്സിലാക്കാൻ which help AI, this machine learning helping. Okay, so machine language enable the system le machine language enabled ആയ സിസ്റ്റം എന്ന് പറയുന്നത് they are adaptive system ആണ്. അവർക്ക് ഇങ്ങനെ ഓരോന്നിൽ നിന്നും പഠിക്കാൻ പറ്റും, ഓരോ എക്സ്പീരിയൻസിൽ നിന്നും അതിന്റെ ഡേറ്റയിൽ നിന്നും ഓരോ കാര്യങ്ങൾ പഠിക്കും, നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ. മെഷീൻ ലാംഗ്വേജ് എനേബിൾഡ് സിസ്റ്റംസ് ആർ അഡാപ്റ്റീവ് സിസ്റ്റംസ്. അഡാപ്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മള് ഓരോ പുതിയ പുതിയ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ച് നമ്മുടെ നോളജ് ഇൻക്രീസ് ചെയ്ത് മൂവ് ചെയ്യും അല്ലേ. സെയിം വേ മെഷീൻ ലാംഗ്വേജ് എനേബിൾഡ് സിസ്റ്റംസ് അതേപോലെ ഈ ഡാറ്റയിൽ നിന്ന് മെഷീൻ ലേണിംഗ് എന്നുള്ള ഫീച്ചർ ഉപയോഗിച്ചിട്ട് കാര്യങ്ങൾ പഠിച്ച് ബെറ്റർ റിസൾട്ട് കൊടുക്കും. ദേ ക്യാൻ ഡെലിവർ ബെറ്റർ റിസൾട്ട് വിത്ത് മോർ എക്സ്പീരിയൻസ് ആൻഡ് ഡേറ്റ. ഓക്കെ, ഒരേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും, പുതിയ ഡാറ്റ കിട്ടും, അതിനെക്കുറിച്ച് എന്താ പറയുക, അതിനെ അനലൈസ് ചെയ്യും, അതിനെ പഠിക്കും, ടാസ്ക് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അത് കുറച്ചുകൂടെ ഒരു എക്സ്പീരിയൻസ് കിട്ടും. അതിൽ നിന്ന് ബെറ്റർ റിസൾട്ട് തരാൻ ആർക്ക് പറ്റുന്നുണ്ട്? മെഷീൻ ലേണിംഗ് ഉപയോഗിച്ചിട്ട് AI-ക്ക് പറ്റും. ക്ലിയർ? Then artificial neural network. Artificial neural network is just like our neurons in our brain, but it is artificial. Machine ആയതുകൊണ്ട് artificial ആണ്. നമുക്ക് God തന്നിട്ടുണ്ട്. It is in our body. So machines in അതേ കാരണം, since it is related to brain, all the actions in our body ഒരു ന്യൂറോൺസ് വഴിയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വഴി, അത് നമ്മളെ ബോഡിയിലെ പല പാർട്സിനെ ബ്രെയിനുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു കോഡാണ്. ഓക്കെ, സോ സെയിം വേ മെഷീൻസിന് ഹ്യൂമൻ ബ്രെയിൻ വർക്ക് ചെയ്യുന്ന പോലെ വർക്ക് ചെയ്യണമെങ്കിൽ ഈ ടൈപ്പ് ന്യൂറോൺസ് വേണം. ആക്ച്വലി ദേ ഡോണ്ട് ഹാവ് സച്ച് ന്യൂറോൺസ്. ഫോർ ദാറ്റ് വി ആർ ക്രിയേറ്റിംഗ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സ്. ഓക്കെ, ആക്ച്വലി ഇറ്റ്സ് എ കീ ടൂൾ ഓഫ് മെഷീൻ ലേണിംഗ്. ഇപ്പം നമ്മൾക്കിപ്പോ ഓരോന്ന് നമ്മൾ ടച്ച് ചെയ്ത് കണ്ട് ഫീൽ ചെയ്തെല്ലാം ഡാറ്റ നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ. ഓരോന്ന് നമ്മൾ ഡാറ്റനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. സെയിം വേ ഓരോ ഡാറ്റനെ കുറച്ചുകൂടെ ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് ഉപയോഗിക്കുന്നുണ്ട്, മെഷീൻ ലേണിങ്ങിനെ കുറച്ചുകൂടെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി. അപ്പൊ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത് ദാറ്റ് ക്യാൻ ബി എ സോഫ്റ്റ്വെയർ ഓർ ഹാർഡ്വെയർ. ഇറ്റ് ക്യാൻ ബി എ സോഫ്റ്റ്വെയർ ഓർ ഹാർഡ്വെയർ. ഒന്നെങ്കിൽ പ്രോഗ്രാം ആയിരിക്കാം, കോഡ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഡിവൈസ് തന്നെയായിരിക്കാം, which is similar to the neurons in human brain. നമ്മുടെ ബോഡിയിലെ ന്യൂറോൺസിന്റെ അതേ ഫങ്ഷൻസ് നിർവഹിക്കുന്ന ഒരു ഹാർഡ്വെയറോ സോഫ്റ്റ്വെയറോ ആയിരിക്കാം ഈ പറഞ്ഞ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്. ഓക്കെ, ഏത് ഒരു ഡിവൈസ് തന്നെ ആയിരിക്കാം. ഈ ഡിവൈസിലേക്ക് ഇൻപുട്ട് കിട്ടുമ്പോൾ അത് നേരെ എന്താ നമ്മുടെ ന്യൂറോൺസ് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന പോലെ അതിന്റെ ഫങ്ഷൻസ് നിർവഹിക്കുന്നത്. അപ്പോ ഒന്നെങ്കിൽ അത് പ്രോഗ്രാം ആയിരിക്കാം, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ആയിരിക്കാം. ഓക്കെ, ദെൻ ആക്ച്വലി ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് അത് നമ്മൾ ഒരു കുറെ ഡാറ്റ ഉണ്ടാവും അല്ലെ. There will be a large amount of data in the case of AI based system. So ആ ഡേറ്റ തമ്മിൽ കുറെ പാറ്റേൺസ് ഉണ്ടാവും, കുറെ പാറ്റേണിലുള്ള ഡാറ്റ ഉണ്ട്. അപ്പം ഹ്യൂമൻ ബ്രെയിന് മനസ്സിലാക്കാൻ പറ്റാത്ത പാറ്റേൺസ് ഒക്കെ ഉണ്ടാവും അല്ലെ. കുറെ ടൈം എടുത്തിട്ട് നമ്മൾക്ക് സോൾവ് ചെയ്ത് കണ്ടുപിടിക്കേണ്ട പാറ്റേൺസ് ഒക്കെ ഉണ്ടാവും നമ്മളെ സംബന്ധിച്ച്. ആ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പാറ്റേൺസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി ഈ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ ചില കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും, പെട്ടെന്നല്ല, സംടൈംസ് ചില കാര്യങ്ങൾ നമ്മൾ കുറച്ച് മനസ്സിലാക്കാതെ കുറച്ച് കൂടെ എഫേർട്ട് എടുത്ത് കുറച്ചുകൂടെ ഹാർഡ് വർക്ക് ചെയ്ത് മനസ്സിലാക്കിയെടുക്കും അല്ലെ. പക്ഷെ അതേ കാര്യം നമുക്ക് മറ്റൊരാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണമെങ്കിൽ ചിലപ്പോൾ സംടൈംസ് ഇറ്റ് മേ ബി ഡിഫിക്കൾട്ട് അല്ലെ. ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും, അത് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞാൽ നമുക്ക് പറ്റത്തുണ്ടാവില്ല. ഏതൊരു നമുക്ക് അറിയാതിരിക്കാം, പക്ഷെ നമുക്കത് വാക്കുകൾ കൊണ്ട് കണക്ട് ചെയ്ത് പറയാൻ ഇറ്റ് മേ ബി ഡിഫിക്കൾട്ട്. അതുപോലെ നമുക്കിങ്ങനെ ഒരുപാട് ഡാറ്റ തമ്മിലുള്ള പാറ്റേൺ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മെഷീന് പറഞ്ഞ് മനസ്സിലാക്കാൻ ഭയങ്കര ഡിഫിക്കൾട്ട് ആയിരിക്കും അല്ലെ. ഇന്ന പാറ്റേൺ. സോ ഈ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് ആ മെഷീൻസ് അല്ലെങ്കിൽ AI എനേബിൾഡ് മെഷീൻസിൽ ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഈസി ഫോർ ദം ടു
find the complicated patterns. നമ്മുടെ help ഒന്നും വേണ്ട, they will do their duty. Okay. Okay, next is deep learning. Deep learning is also similar to machine learning, but it is really concerned with algorithms. Okay, we are using a lot of algorithms in AI enabled machines and programs, right? Actually, ഈ algorithmsന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിൻ ഓരോ കമാൻഡ് തരുന്നതിനനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്യുന്നത് അല്ലേ? ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് ആ സിറ്റുവേഷൻ മനസ്സിലാക്കി ബ്രെയിൻ ഫങ്ഷൻ ചെയ്യും അല്ലേ? അപ്പൊ ഈ ബ്രെയിൻ്റെ അതേ ഫങ്ഷൻ അല്ലെ ബ്രെയിൻ റിയാക്ട് ചെയ്യുന്ന പോലെ ബ്രെയിൻ ഫങ്ഷൻ ചെയ്യുന്ന പോലെ മെഷീൻസിനെ എനേബിൾ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അൽഗോരിതംസ് ഉള്ളത്. ഓക്കെ, ബ്രെയിൻ്റെ അതേ സ്ട്രക്ചറും ഫങ്ഷനും ബ്രെയിൻ്റെ അതേ ഫങ്ഷൻസ് മെഷീൻസിൽ കൊണ്ടുവരണമെങ്കിൽ ഒരു ഡിവൈസ് പോരാ, അതിന് അൽഗോരിതമാണ്. ഇത് ഇന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പ്രൊസീജിയർ, ഓരോരോ പ്രോബ്ലംസിന് ഓരോരോ അൽഗോരിതംസ് ഉണ്ടാവും അല്ലേ? Algorithms that borrow heavily from the structure and function of the human brain. അല്ലേ? നമ്മുടെ ബ്രെയിൻ എന്ന് പറഞ്ഞൊരു ഡിവൈസിന്റെ അതേ ഫങ്ഷൻസ് ചെയ്യാൻ വേണ്ടി മെഷീൻസിൽ എന്താ നമ്മൾ യൂസ് ചെയ്യുന്നത്? വി ആർ യൂസിങ് അൽഗോരിതംസ് അല്ലേ? ഓരോ ടാസ്കിനും ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ പറഞ്ഞു കൊടുക്കും. ഇന്നത് വന്നാൽ ഇതേപോലെ ചെയ്യണം, ഈ കാര്യം ചെയ്യണം, അത് കഴിഞ്ഞ് ഇത് ചെയ്യണം, അത് കഴിഞ്ഞ് ഇത് ചെയ്യണം, അത് കഴിഞ്ഞ് ഇത് ചെയ്യണം, ലാസ്റ്റ് ഇത് കിട്ടിക്കഴിഞ്ഞാൽ നിർത്തിക്കോ. അല്ലെങ്കിൽ വേറൊരു പ്രോബ്ലം ആണെങ്കിൽ നീ ഇത് വന്നു കഴിഞ്ഞാൽ നീ ഇങ്ങനെ ചെയ്യണം, അല്ലെ പിന്നെ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടോ അല്ലെ? ദോസ് ആർ അൽഗോരിതംസ്. സോ ആ അൽഗോരിതംസ് ഹ്യൂമൻ ബ്രെയിനിന്റെ നമ്മുടെ ബ്രെയിൻ ഫങ്ഷൻ ചെയ്യുന്ന പോലെ ഫങ്ഷൻ ചെയ്യാനുള്ളതാണ്. ഓക്കെ, ഈ ഡീപ്പ് ലേണിംഗിന്റെ പ്രത്യേകത ഇറ്റ് ഈസ് കാപ്പബിൾ ഓഫ് ലേണിംഗ് ഫ്രം എക്സ്പീരിയൻസ്. ഈ ഒരു കാര്യങ്ങൾ നമ്മളിപ്പോൾ ചെയ്ത് എക്സ്പീരിയൻസ്ഡ് ആവുന്ന പോലെ ഇങ്ങനെ കാര്യങ്ങൾ റിപ്പീറ്റഡ്ലി ചെയ്ത് കഴിയുമ്പോൾ അതിൽ നിന്ന് പുതിയ നോളജ് ഉണ്ടാക്കുന്നുണ്ട്. ഡീപ്പ് ലേണിംഗ് വളരെ ഡീപ്പായിട്ട് അതിനെ അനലൈസ് ചെയ്ത് ഡീപ്പ് ലേണിംഗ് കുറച്ചുകൂടെ ഉള്ളിലേക്ക് ഇറങ്ങി കുറച്ചുകൂടെ നല്ല രീതിയിൽ എക്സ്പീരിയൻസ് എന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും, പുതിയ നോളജുകൾ ഉണ്ടാക്കും. അപ്പൊ ഈ ഡീപ്പ് ലേണിംഗ് അൽഗോരിതംസ് എന്ന് പറയുന്നത് ഒരു ടാസ്ക് റിപ്പീറ്റഡ്ലി ചെയ്യും. ഓക്കെ, ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? റിസൾട്ടിനെ കൂടുതൽ ഇംപ്രൂവ് ചെയ്യും അല്ലേ? ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മളൊന്ന് എന്തെങ്കിലും പടം വരയ്ക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു പിക്ചർ വരച്ചു, അത് കഴിയുമ്പോൾ ഒരു ഇലയും കൂടെ ആഡ് ചെയ്താൽ നന്നായിരിക്കും, അല്ലെങ്കിൽ ഒരു കുറച്ച് വെള്ളത്തുള്ളികളൊക്കെ വരച്ചാൽ നന്നായിരിക്കും. നമ്മൾ ആഡ് ചെയ്ത് ചെറിയ ചേഞ്ചസ് ഒക്കെ വെച്ച് ചെയ്യുമ്പോൾ നല്ലൊരു ബ്യൂട്ടിഫുൾ പിക്ചർ ആവില്ലേ? സെയിം വേ അതൊരു ടാസ്ക് ഇങ്ങനെ റിപ്പീറ്റഡ്ലി ചെയ്യും, ചെറിയ എന്താ പറയുക ചേഞ്ചസ് വരുത്തി ചെയ്ത് ആ ഒരു ഇംപ്രൂവ്ഡ് റിസൾട്ട് ഡീപ്പ് ലേണിംഗിൽ കിട്ടും. അലക്സ ആൻഡ് സിറി എല്ലാം എന്താണ് ഡീപ്പ് ലേണിംഗ് വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ കമാൻഡ് കൊടുക്കുന്നതനുസരിച്ച് അല്ലേ അവർ വർക്ക് ചെയ്യുന്നത്. റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യും അവർക്ക്. അപ്പൊ അതിൽ നിന്നൊരു എക്സ്പീരിയൻസ്, ഒരു നോളജ്, ആ എക്സ്പീരിയൻസ് നിന്നും ഡേറ്റയിൽ നിന്നും അവർക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഡേറ്റ സയൻസ്. ഡേറ്റ സയൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫീൽഡ് ദാറ്റ് യൂസസ് സയന്റിഫിക് മെത്തേഡ്സ്, പ്രോസസ് ആൻഡ് സിസ്റ്റംസ് ടു എക്സ്ട്രാക്ട് നോളജ് ഫ്രം ദ ഡാറ്റ. കിട്ടുന്ന ഡാറ്റേസ് ഉണ്ടല്ലേ, ഡാറ്റയിൽ നിന്ന് നോളജ് വേണം. ഈ ഡാറ്റ തമ്മിലുള്ള റിലേഷൻ ഒക്കെ അറിയുമ്പോഴാണ് അത് നോളജ് ആവുന്നത്. ചുമ്മാ ഒരു സാധനം നമ്മുടെ മുമ്പിൽ കൊണ്ടുവച്ചിട്ട് ഇതെന്താന്ന് ചിലപ്പോൾ നമുക്കറിയാം, അതൊരു നോളജാണ്. പക്ഷെ ഇത് എന്തിനു ഉപയോഗിക്കുന്നു, ഇതിന്റെ ഫങ്ഷൻ എന്താണ്, എങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കുറെ നോളജ് കിട്ടും അല്ലേ? കുറെ മെസ്സേജസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഡാറ്റയിൽ നിന്ന് നോളജ് എടുക്കാൻ വേണ്ടത് മെഷീൻസിന് ഈ ഡാറ്റയിൽ നിന്ന് നോളജ് കിട്ടണം, എന്ത് ചെയ്യണം എന്നുള്ള കാര്യം അറിയണം അല്ലേ? ആ നോളജ് കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ് ഉള്ള തന്നിരിക്കുന്ന ഡാറ്റ ഉണ്ടാവും. ചിലപ്പോൾ ഒരു പ്രത്യേകിച്ച് സ്ട്രക്ചർ ഉള്ള ഡാറ്റ ആയിരിക്കും, ചിലപ്പോൾ സ്ട്രക്ചർ ഇല്ലാത്ത ഡാറ്റ ആയിരിക്കും, ഒരു പ്രത്യേക മോഡലുള്ള ഡാറ്റ ആയിരിക്കും, ചിലപ്പോൾ പ്രീ ഡിഫൈൻഡ് മോഡൽസ് ഒന്നും ഇല്ലാത്ത ഡാറ്റ ആയിരിക്കും. ആ ഡാറ്റയിൽ നിന്ന് സയന്റിഫിക് ആയിട്ടുള്ള ചിലപ്പം മാത്തമാറ്റിക്കൽ ഫോർമുലാസ് ആയിരിക്കാം,
അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കാം. അങ്ങനെ സയന്റിഫിക് മെത്തേഡ്സും പ്രോസസ്സും അൽഗോരിതം ഒക്കെ വെച്ച് നോളജ് എക്സ്ട്രാക്ട് ചെയ്യാണ് ചെയ്യുന്നത് ഈ ഡാറ്റ സയൻസ് എന്ന് പറഞ്ഞ ഫീൽഡിൽ. ഓക്കെ, ഡാറ്റ സയൻസ് പറഞ്ഞാൽ ഡാറ്റേനെ നമ്മൾ കളക്ട് ചെയ്യുക, പഠിക്കുക, അതിന്റെ നോളജ് പാറ്റേൺ കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ, ദാറ്റ് ഈസ് കംസ് അണ്ടർ ഡാറ്റ സയൻസ്. ഓക്കെ, ഡാറ്റ സയൻസിൽ ഈ മെഷീൻ ലേണിംഗ് എന്നുള്ള കോൺസെപ്റ്റ് ഡാറ്റ സയൻസിൽ വരുന്നതാണ്. ഡേറ്റയുടെ സ്റ്റോറേജ്, വെബ് ഡെവലപ്മെന്റ്, സ്റ്റാറ്റിസ്റ്റിക്സ്. ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ മാത്സിൽ നിങ്ങൾ കോളം വെച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ? പഠിച്ചിട്ടുണ്ടോ? ആക്ച്വലി ഇറ്റ് ഈസ് ഡീലിംഗ് വിത്ത് ഡാറ്റ. ഡാറ്റേനെ നല്ല മാത്തമാറ്റിക്കലി ഡാറ്റേനെ കുറച്ചുകൂടെ എംഫസൈസ് ചെയ്ത് അതിന്റെ കളക്ഷനും അതിന്റെ ഓർഗനൈസേഷനും അവർ തമ്മിലുള്ള റിലേഷനും കാര്യങ്ങളൊക്കെ പഠിക്കുന്നതാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്സിൽ. അത് മാത്സിന്റെ ഒരു പാർട്ടാണ്. നിങ്ങൾക്ക് ഒരു പ്രോബ്ലം എങ്കിലും ഒരു ചാപ്റ്റർ എങ്കിലും അതിനെ ബേസ് ചെയ്തുണ്ടാവും സ്റ്റാറ്റി. ഓക്കെ, സോ ഈ എന്താ പറയാ, ഈ ഡാറ്റ സയൻസ് ബിക്കോസ് AI കൂടുതലും നമ്മൾ ഡീൽ ചെയ്യുന്ന ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡേറ്റയാണ് അല്ലെ? ഡാറ്റേനെ ബേസ് ചെയ്തിട്ടാണ് പറയാം. അപ്പോൾ പുതിയ പുതിയ പ്രോഡക്ട്സ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഡാറ്റനെ അനലൈസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അല്ലേ? അപ്പോൾ അങ്ങനെ മെഷീൻ ലേണിംഗ് വഴി നമുക്ക് ഡാറ്റേനെ എന്താ പറയാ ട്രാൻസ്ലേറ്റ് ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനും അതിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനൊക്കെ പറ്റും അല്ലെ? പുതിയ പ്രോഡക്ട്സ് അതുവഴി ക്രിയേറ്റ് ചെയ്യാനൊക്കെ പറ്റും. ഇപ്പൊ ഡാറ്റ സയൻസ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള അല്ലെങ്കിൽ ഡാറ്റ സ്ട്രക്ചേർഡ് ഓർ അൺസ്ട്രക്ചേർഡ് ഡാറ്റയിൽ നിന്ന് എന്താണ് സയന്റിഫിക് പ്രോസസ്സും ആൽഗോറിതംസും പ്രൊസീജിയേഴ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് നോളജ് എക്സ്ട്രാക്ട് ചെയ്യുന്ന ഫീൽഡാണിത് അല്ലെ? ഡാറ്റ സയൻസ്. ക്ലിയർ? ഓക്കെ, നമുക്ക് അവിടെ ഒരു പ്രോബ്ലം ഉണ്ടല്ലേ? റിവ്യൂ. Review. Identify and aggregate application based on natural language processing and computer vision from the help of box and write them in the blanks given below. Okay, natural language processing എന്ന് പറയുന്നത് നമ്മുടെ കൊടുക്കുന്ന ഇൻപുട്ട് ലാംഗ്വേജ് അതിന്റെ ജനറേഷനും അണ്ടർസ്റ്റാൻഡിങ് ഒക്കെയാണ് അല്ലേ? കമ്പ്യൂട്ടർ വിഷൻ എന്താണ്? വിഷൻ എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിനെ തന്നെ ഓർക്കാം, കണ്ടുകൊണ്ട് എന്താ പറയാ ടു സീ അല്ലെ? മറ്റത് ലാംഗ്വേജ് ആണ് മീഡിയ, ഇവിടെ നമ്മൾ വിഷൻ ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ ഡൗട്ട് ഉണ്ടാവും. ഈ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾക്ക് തലയിൽ ഓടിയ കാര്യങ്ങളൊന്ന് പറഞ്ഞേ. ഇവിടെ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഏതായാലും കുഴപ്പമില്ല. ഇപ്പോ ഫേസ് റെക്കഗ്നിഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പരിചയമുള്ള ഒരു കാര്യമാണ് അല്ലെ? ഫേസ് റെക്കഗ്നിഷൻ പോസിബിൾ ആവണമെങ്കിൽ എന്ത് വേണം? കമ്പ്യൂട്ടർ വിഷൻ ആണോ നാച്ചുറൽ ലാംഗ്വേജ് ആണോ? Computer vision. Computer vision. Okay. Fingerprint recognition or Computer vision. ഫിംഗർപ്രിന്റ് റെക്കഗ്നിഷൻ അത് ലാംഗ്വേജ് ആയിട്ട് ബന്ധമില്ല അല്ലെ? പാറ്റേൺ ഐഡന്റിഫൈ ചെയ്യാം. അപ്പൊ എന്താണ്? കമ്പ്യൂട്ടർ വിഷൻ. ഓക്കെ, നെക്സ്റ്റ് ഗൂഗിൾ ട്രാൻസ്ലേറ്റ്. ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പൊതുവെ എന്തുമായി ബന്ധപ്പെട്ടിട്ടാ? ലാംഗ്വേജ്. ഓക്കെ, ഈ ഗൂഗിൾ ഹോം എന്ന് പറയുന്നത് അലക്സ ആൻഡ് സിറി പോലെ അലക്സയൊക്കെ പോലെ ഒരു സൗണ്ട് മ്യൂസിക് പ്ലേ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നത് ഇതല്ലേ? അപ്പോ അത് ഏത് കാറ്റഗറിയിൽ വരും? നമ്മൾ കൊടുക്കുന്ന കമാൻഡിനനുസരിച്ച് ലാംഗ്വേജ്. ഓക്കെ, ഓട്ടോമാറ്റിക് ചെക്ക് ഔട്ട്സ് ഇൻ റീറ്റെയിൽ സ്റ്റോഴ്സ് ഉണ്ട്. അത്
നമ്മളൊരു സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ അവിടെ പൊതുവെ സെയിൽസ്മാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. ഇത് അങ്ങനെയില്ല, നമുക്ക് തന്നെ പോയിട്ട് സ്കാൻ ചെയ്തിട്ട് നമ്മുടെ പ്രോഡക്റ്റ് നമുക്ക് പാക്ക് ചെയ്ത് നമുക്ക് തന്നെ പേയ്മെന്റ് ചെയ്തിട്ട് പോരാം. ഓക്കെ, നമുക്ക് വേറെ ആരുടെയും ഹെൽപ്പ് ഒന്നും ആവശ്യമില്ല. അതാണ് ഓട്ടോമാറ്റിക് ചെക്ക് ഔട്ട്സ് ഇൻ റീറ്റെയിൽ സ്റ്റോഴ്സ്. ഓക്കെ, അതിനെന്താണ് കമ്പ്യൂട്ടർ വിഷൻ. കമ്പ്യൂട്ടർ വിഷൻ, അതിൽ എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ട്, ഒന്ന് നോക്കാം. കമ്പ്യൂട്ടർ വിഷൻ അല്ലേ വേറെ? Okay, okay. Then spam filtering. ഈ കമ്പ്യൂട്ടർ വിഷൻ. Okay. Reading CT scan images healthcare. അതെന്താണ്? Can you repeat? സ്കാൻ ചെയ്യുന്നതിന് ആദ്യം അത് കാണണം അല്ലേ? കാണണം മീൻസ് സംതിങ് റിലേറ്റഡ് ടു വിഷൻ. ഓക്കെ, ചാറ്റിംഗ്, ചാറ്റ് ബോട്ട്. ലാംഗ്വേജ്. ഓക്കെ, സ്പാം ഫിൽറ്ററിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഇമെയിലെല്ലാം കണ്ടിട്ടുണ്ടാവില്ലേ, ഒരു സ്പാം ഫോൾഡർ അങ്ങനെ മെസ്സേജ് വരുന്ന മെയിലിനെയൊക്കെ നമുക്ക് ഫിൽറ്റർ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇടുന്നില്ലേ, അതാണ് സ്പാം ഫിൽറ്ററിംഗ്, അതിൽ പെടാം. സോ അതെന്തായിരിക്കും? നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്. Can you see the answer? Okay, your answers are almost correct. I mean, everything is correct. നിങ്ങൾ corrected answer. Good, good. ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന പോലെ കമ്പയർ ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റുന്നതാണ് അല്ലെ. ചിലപ്പോൾ ആ ടേംസ് കാണുമ്പോൾ നമുക്ക് ഇതെന്താ സാധനം എന്ന് ഫീൽ ചെയ്യും, മീൻസ് കൺഫ്യൂഷൻ വരും. ആ ഒരു ഒറ്റ പ്രോബ്ലം ഉള്ളൂ. അത് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈസി. ഓക്കെ, ഞാൻ വേണമെങ്കിൽ ഇത് ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കാം. സ്ക്രീൻഷോട്ട് എടുത്താൽ മതിയോ? ഓക്കെ, അങ്ങനെയെങ്കിൽ അങ്ങനെ. You know the answer. Okay. സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ഞാൻ ഗ്രൂപ്പിലേക്ക് ഷെയറും കൂടി ചെയ്തേക്കാം after the class. Okay, I'm going to stop share it. So what we have to learn now? Okay, so applications of artificial intelligence. നമ്മൾ AI ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലായിടത്തും ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. അതിൽ കുറച്ച് ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് ആസ്ട്രോണോമി. ആക്ച്വലി നമുക്ക് എർത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ ഡെയിലി പോയിട്ട് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല അല്ലെ. എർത്തിന്റെ അറ്റ്മോസ്ഫിയറിന് വെളിയിൽ മീൻസ് സ്പേസിൽ നമ്മുടെ കൺട്രോൾ അവിടെ ഉണ്ട്, നമ്മൾ പോവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ആ ഒരു ഏരിയയില് ഹ്യൂമൻ ബീങ്സിന് കുറച്ച് കോംപ്ലക്സിറ്റി കൂടുതലുള്ള ഒരു ഏരിയ ആണല്ലേ സ്പേസ് സയൻസ് ഒക്കെ കാര്യങ്ങള് അല്ലേ. അപ്പൊ അവിടെ ഒരുപാട് അവിടെ സണ്ണ്, മൂൺ, ഡിഫറെന്റ് പ്ലാനറ്റ്സ്, സ്റ്റാർസ്, ഗാലക്സി, എവറിത്തിങ് ഓവർ ദെയർ അല്ലേ. കുറെ കാര്യങ്ങളുണ്ട്. നമ്മുടെ എർത്തിന്റെ അറ്റ്മോസ്ഫിയറിന്റെ ചുറ്റുള്ള യൂണിവേഴ്സിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ. ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിനെല്ലാം കുറിച്ച് നമുക്ക് പഠിക്കണം. ഓക്കെ, അപ്പോ ആ ഫീൽഡിലെല്ലാം നമുക്ക് എന്തെടുക്കാം, എന്ത് അപ്ലൈ ചെയ്യാം? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. AI is being used to solve intricate problems related to space such as tracing its origin. അപ്പോ എന്താ പറയാ, ആ ഒരു ഫീൽഡിലെല്ലാം നമുക്ക് AI
യൂസ് ചെയ്യാൻ. ഇപ്പൊ അവിടെ തന്നെ കോംപ്ലിക്കേറ്റഡ് ആണല്ലേ സ്പേസ് കാര്യങ്ങളൊക്കെ. നമ്മൾ കുറെ മാത്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് കുറെ കാര്യങ്ങൾ ഇപ്പൊ സോൾവ് ചെയ്യുന്നത്. ഫിസിക്സും മാത്സിന്റെ ഇക്വേഷൻസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഓരോരോ ഇപ്പൊ വെലോസിറ്റി, ഡിസ്റ്റൻസ്, എർത്തിന്റെ ഒക്കെ ഗ്രാവിറ്റി, ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ നമ്മള് എർത്തിന്ന് ആക്ച്വലി നമ്മള് സാറ്റലൈറ്റ് ഒക്കെ ലോഞ്ച് ചെയ്യുമ്പോൾ അത്ര ഈസിയുള്ള കാര്യമല്ല, നല്ലപോലെ തല വർക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പൊ അവിടെ AI ബേസ്ഡ് സിസ്റ്റംസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് നല്ലതാണല്ലേ. നമുക്ക് കുറച്ച് എഫേർട്ട് കുറയും, കോംപ്ലക്സിറ്റി ഉള്ള കാര്യങ്ങളൊക്കെ കുറച്ചെല്ലാം AI ബേസ്ഡ് സിസ്റ്റംസ്. നമ്മുടെ ഇന്റലിജൻസ് അവിടെ വേണം, മെഷീൻസിനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ട്രസ്റ്റ് ചെയ്യാനും പറ്റത്തില്ലല്ലോ. ബട്ട് AI enabled machine, AI അവിടെ ഉപയോഗിച്ചാൽ ഇറ്റ് വിൽ ബി ഈസി അല്ലേ. ആക്ച്വലി AI എന്നുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജി അവിടെ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നെക്സ്റ്റ് ഈസ് ഗെയിമിംഗ്. ഗെയിമിംഗ് നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് ഗെയിമിംഗ്. ഓക്കെ, ആക്ച്വലി ഗെയിമിംഗിൽ നമ്മുടെ ഒരു മൂവ്മെന്റിനനുസരിച്ച് അവിടുന്ന് ഒരു മൂവ്മെന്റ് ഉണ്ടാവും അല്ലെ. ചെസ് കളിക്കുമ്പോഴായാലും ലൂഡോ കളിക്കുമ്പോഴായിരിക്കും നമ്മൾ എന്തോ ഒരു മൂവ്മെന്റ് നടത്തിയാലും ശരിക്കും പറഞ്ഞാൽ ഓപ്പോസിറ്റിൽ നിന്ന് വേറൊരാള് കളിക്കുന്ന പോലെയാണ് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഫോണിന്ന് ആ ഗെയിമില് നമുക്ക് അനുഭവപ്പെടുന്നത്. നമ്മൾ ഒറ്റയ്ക്കല്ല, വേറൊരാളുടെ കൂടെ ഇരുന്ന് കളിക്കുന്ന പോലെയൊക്കെ തോന്നും അല്ലേ ആക്ച്വലി. അപ്പോ അവിടെ മെഷീൻസിന് എന്താ പറയാ, നമ്മുടെ മൂവ്മെന്റ് പോലെ ഓരോ മൂവ്മെന്റും അവിടെ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പൊ AI എന്ന് പറയുന്നത് ഗെയിമിങ്ങിൽ വളരെയധികം ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ AI-യുടെ ഒരു ഇൻവെൻഷൻ എന്ന് പറയുന്ന ഗെയിമിംഗ് എന്നുള്ള ഫീൽഡിൽ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുണ്ട് അല്ലെ. വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള മെത്തേഡില് ഗെയിമിംഗ് എന്നുള്ള ഒരു ഫീൽഡ് ഇപ്പൊ വളർന്നിട്ടുണ്ട്. ഒരു റിയലിസ്റ്റിക് ഗെയിമിംഗ് എക്സ്പീരിയൻസ് നമുക്ക് തരും. കാരണം ഈ ഫുട്ബോൾ ഒക്കെ കളിക്കുമ്പോൾ അല്ലെങ്കിൽ ക്രിക്കറ്റ്, ഇതെല്ലാം അതിന്റെ ഓരോ ഗെയിം ഇല്ലേ, നമ്മള് ഗ്രൗണ്ടിൽ ഇരുന്ന് കളിക്കുന്ന അതേ ഫീൽ ആണല്ലേ നമ്മൾ മൊബൈലിലാണെങ്കിലും കമ്പ്യൂട്ടറിലാണെങ്കിലും കിട്ടുക. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദിസ് AI ടെക്നോളജി. ഓക്കെ, തേർഡ് വൺ ഈസ് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്. നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് ഇപ്പൊ ചാറ്റ് ബോട്ട്സ്, റോബോട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. വി ക്യാൻ ടോക്ക് ടു ദം ആസ് വി ടോക്ക് ടു അവർ ഫ്രണ്ട്സ്. നമ്മൾ അവരോട് ഇങ്ങനെ സംസാരിക്കും അല്ലെ. അതേപോലെ അലക്സ ആൻഡ് സുറി, അവരോടൊക്കെ നമ്മൾ ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നത്. പക്ഷെ അവര് നമ്മുടെ ഫ്രണ്ട്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന പോലെ തന്നെ ദേ ഓൾസോ ഹെൽപ്പ് us. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അതിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ് ഈ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്. ഓക്കെ, നമുക്ക് നമ്മുടെ കൺവീനിയന്റ് ആയിട്ടുള്ള ലാംഗ്വേജിൽ സംസാരിക്കാം. അവര് നമ്മുടെ കമാൻഡ്സ് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അതിനനുസരിച്ച് റിപ്ലൈ തരുകയോ അതിനെ ടാസ്ക് പെർഫോം ചെയ്യും. ഓക്കെ, then vision system നമ്മൾ ഏറ്റവും ആദ്യം പഠിച്ച ഓട്ടോണോമസ് കാർസ് അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മൾ സ്കാനിങ്ങിന് വേണ്ടിയിട്ട് പേഷ്യൻസിനൊക്കെ സ്കാനിങ്, ഇന്റേണൽ ഓർഗൻസിന്റെ സ്കാനിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വിഷൻ സിസ്റ്റം ഉണ്ട്. അതുപോലെ തന്നെ റോബോട്ട്സ് ഇപ്പൊ ഓരോ കാര്യങ്ങളും ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട് അല്ലെ. ഓരോ ഒബ്ജക്റ്റ് കണ്ടിട്ട് ഇതിന്നതാണ് ഐഡന്റിഫൈ ചെയ്യാനൊക്കെ റോബോട്ട്സിനൊക്കെ പറ്റുന്നുണ്ട്. അതെല്ലാം ബേസ്ഡ് ഓൺ വിഷൻ സിസ്റ്റം അല്ലെ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലെ വിഷൻ സിസ്റ്റം വെച്ചിട്ടാണ് ഈ ഒരു രീതിയിൽ കാര്യങ്ങളൊക്കെ പോസിബിൾ ആവുന്നത്. ആൻഡ് ഫേഷ്യൽ റെക്കഗ്നിഷൻ കാര്യങ്ങളൊക്കെ it is based on vision system. And data security നമ്മളിപ്പോ ഒരുപാട് മെസ്സേജ് കാര്യങ്ങൾ, നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് എല്ലാം നെറ്റ്വർക്ക് വഴി യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. ഓക്കെ, അവിടെയെല്ലാം ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബേസ്ഡ് സിസ്റ്റംസ് ഉപയോഗിക്കുന്നുണ്ട് ടു കീപ് അവർ ഡാറ്റ സെക്യൂർ ആൻഡ് സേഫ്. ആ ഡാറ്റ സെക്യൂരിറ്റിക്ക് വേണ്ടി AI-യുടെ ആപ്ലിക്കേഷൻ അവിടെ ഉണ്ട്. അപ്പം നമുക്കിപ്പോ എന്തെങ്കിലും നമ്മൾ ഗൂഗിൾ ജിമെയിൽ തന്നെ വേറൊരു ഡിവൈസിൽ നിന്ന് ഓപ്പൺ ചെയ്താൽ അപ്പം നമുക്ക് മെസ്സേജ് വരും നമ്മുടെ സിസ്റ്റത്തിലേക്ക്, നിങ്ങൾ ലാസ്റ്റ് ഇന്ന ഡിവൈസിൽ നിന്ന് ലോഗിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, അത് ശരിക്കും നിങ്ങൾ തന്നെ ആണോ
എന്ന് ചോദിച്ചിട്ട് വരാറുണ്ട് അല്ലേ? അപ്പൊ അതൊരു ഒതന്റിക്കേഷൻ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വേറൊരു ആപ്ലിക്കേഷൻ ആണ് ഈ ഡാറ്റ സെക്യൂരിറ്റിയിലുള്ളത്. ദെൻ റോബോട്ടിക്സ്. റോബോട്ടിക്സ് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു ആപ്ലിക്കേഷൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ. അവിടെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു റോളാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനുള്ളത് റോബോട്ടിക്സിൽ. അല്ലെ? റോബോട്ട്സ് എന്ന് പറയുന്നത് ദേ ആർ ജസ്റ്റ് ലൈക്ക് ഹ്യൂമൻ ബീങ്സ്. നമ്മളെ പോലെ തന്നെ കാര്യങ്ങളൊക്കെ പെർഫോം ചെയ്യുന്നതാണല്ലേ റോബോട്ട്സ്. പല പല രീതിയിലുള്ള ടാസ്കിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ചാറ്റ് ബോട്ട്സ് ഉണ്ടാവും. നമ്മളൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പോലെ കണ്ണൂർ ഏതൊരു ഹോട്ടലിൽ ഫുഡ് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് റോബോട്ട്സ് ഉണ്ടായിരുന്നു എന്ന്. അതുപോലെ ഈ സെർവന്റിന്റെ മാതിരി പിന്നെ ഏതൊരു മൂവിയില്ലേ മറ്റേ സുരാജ് വെഞ്ഞാറമൂടിന്റെ ന്യൂസ് ഒക്കെ വായിക്കാം ഫുൾ ആ ഒരു ടൈപ്പ്. അപ്പം പല പേർപ്പസിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ റോബോട്ട്സ് എന്താ പറയുക ഡിസൈൻ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതിലെല്ലാം അപ്ലൈ ചെയ്യുന്നത് എന്താണ്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് അല്ലെ? ആക്ച്വലി ഇപ്പം ഓരോരോ ടാസ്ക് പെർഫോം ചെയ്യണമെങ്കിൽ നേരത്തെ ഇങ്ങനെ ഓരോരോ കാര്യം പറഞ്ഞ് പ്രോഗ്രാം ചെയ്ത് വെക്കണമായിരുന്നു. പക്ഷെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കുറച്ചുകൂടെ ഡെവലപ്പ് ആവുന്നത് വഴി ഇപ്പോൾ പ്രീ പ്രോഗ്രാംഡ് ആയിട്ടില്ല. അവര് ദേ ക്യാൻ ലേൺ ഫ്രം ദ ഡേറ്റ, ദേ ക്യാൻ ലേൺ ഫ്രം ദ എക്സ്പീരിയൻസ്. സോ വിതൗട്ട് ബീങ് പ്രീ പ്രോഗ്രാം ദേ ക്യാൻ വർക്ക്. ക്ലിയർ? ഓക്കെ. സോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ആപ്ലിക്കേഷൻസ് വരുന്ന ഫീൽഡ് ആണ് ഫസ്റ്റ് ആസ്ട്രോണോമി, സെക്കൻഡ് ഗെയിമിംഗ്, then natural language processing, vision system, data security, robotics. ഇനി ഒരുപാട് ഫീൽഡ്സ് ഉണ്ട്. ഒരുപാട് ഫീൽഡ്സിൽ നമ്മൾ AI ഉപയോഗിക്കുന്നുണ്ട്. Now കഴിഞ്ഞു? നോ ഒരു ചെറിയ ടോപ്പിക്കും കൂടി ഉണ്ടല്ലോ. Okay. Benefits of artificial intelligence. Its benefits. Then reduces human error. നമ്മൾ ചെറിയ ക്ലാസ്സിലെ തൊട്ട് പഠിക്കുന്നതാണ് അല്ലേ? മെഷീൻസ് അധികം മിസ്റ്റേക്സ് ഒന്നും വരുത്താറില്ല അല്ലെ? ഇറ്റ് നെവർ മേക്ക് മിസ്റ്റേക്സ്. നമ്മളാണ് അശ്രദ്ധ കൊണ്ട് ചിലപ്പം എന്തെങ്കിലും എറേഴ്സ് വരുത്താറുണ്ട്. ഓക്കെ. ഇപ്പൊ മെഷീൻസ് പൊതുവെ എറേഴ്സ് വരുത്താറില്ല. ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിൽ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിലേ ഉള്ളൂ, അല്ലാതെ മെഷീൻസ് ഒന്നും എറേഴ്സ് വരുത്താറില്ല. അപ്പോൾ അത് എഐയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു മെയിൻ ബെനിഫിറ്റ് ആണ് റെഡ്യൂസസ് ഹ്യൂമൻ എറർ അല്ലേ? AI reduces the chances of errors. അപ്പോൾ അതിനൊരു പ്രീഡിഫൈൻ ഒരു ആൽഗോരിതം ഉണ്ട്. അതിന് കുറെ ഡാറ്റ ഉണ്ട്. കുറെ ഡാറ്റ അനലൈസ് ചെയ്ത് കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് AI എനേബിൾഡ് മെഷീൻസ് വർക്ക് ചെയ്യുന്നത്. ഇറ്റ് ഹാസ് ആൻ ആൽഗോരിതം ആൻഡ് പ്രീവിയസ്ലി കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ, അതിൽ നിന്ന് ലേൺ ചെയ്തിട്ടുള്ള നോളജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരെ എറർ കമ്മിറ്റ് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. നമ്മളെ പോലെ ഒരു അശ്രദ്ധ വരുത്താനുള്ള സാധ്യത അവർക്കില്ല. Then faster decisions. Okay, ഹ്യൂമൻ ബീങ്സിനേക്കാളും ഫാസ്റ്റ് ആയിട്ട് അവർക്ക് എന്ത് പറ്റും? They can make decisions അല്ലേ? അവർക്കൊരു ഇൻപുട്ട് കിട്ടിയാൽ നമ്മളെക്കാളും ഫാസ്റ്റ് ആയിട്ട് അവര് ആ ടാസ്ക് പെർഫോം ചെയ്യും, അല്ലെങ്കിൽ അതിനെ അനലൈസ് ചെയ്യും. അതിനെ ബേസ് ചെയ്തിട്ട് ഫാസ്റ്റർ ആയിട്ട് റിസൾട്ട് ഒബ്റ്റെയിൻ ചെയ്യും അല്ലേ? ഇപ്പൊ അഡിഷൻ ഒക്കെ നമ്മളെക്കാളും വലിയ വാല്യൂസ് അഡിഷൻ തന്നാൽ നമ്മൾ പേപ്പറും പേനും എടുത്തിട്ട് ആഡ് ചെയ്യാൻ കുറെ സമയം ഇരിക്കും. ആ സമയത്ത് അത് കാൽക്കുലേറ്റർ കൊടുത്താൽ വിത്തിൻ സെക്കൻഡ്സ് വി വിൽ ഗെറ്റ് ദ ആൻസർ അല്ലേ? അപ്പൊ ആ ഒരു മെത്തേഡ് അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ആ ഒരു അൽഗോരിതം അവരുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇൻപുട്ടേ വേണ്ടു, വിത്തിൻ സെക്കൻഡ്സ് we will get the result അല്ലേ? Next, new inventions അല്ലേ? കുറെ ഇൻവെൻഷൻസ് നടക്കുന്നുണ്ട്. നമ്മുടെ മൊബൈലിൽ പണ്ടത്തെ ടെക്നോളജി അല്ല ഇപ്പൊ യൂസ് ചെയ്യുന്നത് അല്ലേ?
ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ളത് ഉണ്ട്. പണ്ട് നമ്മൾ കീപാഡുള്ള ഫോണാണ് യൂസ് ചെയ്തത്, ഇപ്പൊ ടച്ച് ഫോണാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ ഫോൺ നമുക്ക് ആക്ച്വലി വി ഡോണ്ട് നീഡ് എ കമ്പ്യൂട്ടർ സിൻസ് വി ഹാവ് എ ഫോൺ. പണ്ടത്തെ ഫോണ് മെസ്സേജ് ചെയ്യാനും കോൾ ചെയ്യാനും മാത്രമേ പറ്റുള്ളൂ. ഇടയ്ക്ക് ആകെ സ്നേക്കിന്റെ ഒരു ഗെയിമും അതുള്ളൂ, വേറെ ഡിഫറെന്റ് ആയിട്ടൊന്നുമില്ല. ഇപ്പൊ ടെക്നോളജി അല്ലെങ്കിൽ AI റിസർച്ചസ് വരുന്നതിനനുസരിച്ച് പുതിയ പുതിയ ഇൻവെൻഷൻസ് വന്നു. നമുക്ക് കുറച്ചുകൂടെ സ്മാർട്ട് ഫോൺസ് അങ്ങനെ ഒരു എല്ലാം സ്മാർട്ടായി. ഇപ്പോൾ എല്ലാ ഫീൽഡിലും AI ബേസ്ഡ് ആയിട്ടുള്ള കുറെ ഇൻവെൻഷൻസ് നടത്തുന്നുണ്ട്. AI കുറിച്ചുള്ളൊരു എന്താ പറയാ, AI എന്ന് പറഞ്ഞൊരു ഒരു സിസ്റ്റം, ഒരു എന്താ പറയാ സയൻസ് അങ്ങ് ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ച് എല്ലാ ഫീൽഡിലും പുതിയ പുതിയ ഇൻവെൻഷൻസ് നടക്കുന്നുണ്ട്. ഓക്കെ, കട്ട് ഡൗൺ ഓൺ മുണ്ടെയിൻ ടാസ്ക്. മുണ്ടെയിൻ ടാസ്ക് എന്ന് പറയുന്നത് റിപ്പീറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോറിംഗ് ടാസ്കിനെയാണ് മുണ്ടെയിൻ ടാസ്ക് എന്ന് പറയാം. എന്നുവെച്ചാൽ ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലേ. ഓക്കെ, നമ്മൾ മെയില് സെൻഡ് ചെയ്യുക, മിസ്റ്റേക്സ് വെരിഫൈ ചെയ്യുക, ഡോക്യുമെന്റ്സിലെ മിസ്റ്റേക്സ് വെരിഫൈ ചെയ്യുക, ഇതൊക്കെയെന്ന് പറയുന്നത് മുണ്ടെയിൻ ടാസ്ക് ആണ് നമുക്ക് സംബന്ധിച്ച്. എപ്പോഴും ചെയ്യും. ഇപ്പം നിങ്ങൾക്ക് നോട്ട് കറക്ഷൻ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മടിയായിരിക്കും അല്ലേ? കാരണം അത് വായിച്ചു നോക്കണ്ടേ, എല്ലാം വായിച്ചു നോക്കണം, കറക്റ്റ് ചെയ്യണം, എന്ത് ബുദ്ധിമുട്ടാണ്. അതേപോലെ ഇമെയിൽസ് സെൻഡ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇതൊക്കെ റിപ്പീറ്റഡ്ലി ചെയ്യുന്ന മുണ്ടെയിൻ ടാസ്ക് ഉണ്ട്. അത് ഇപ്പൊ AI ബേസ്ഡ് സിസ്റ്റത്തിൽ കൊടുത്താൽ അവര് ആ പർട്ടിക്കുലർ ടാസ്ക് അങ്ങ് ചെയ്തുകൊണ്ടിരിക്കും, അവര് ചെയ്യും. പിന്നെ നമുക്ക് വെറുതെ നമുക്ക് വലിയ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാം. ഓക്കെ, അപ്പോൾ ഈ മുണ്ടെയിൻ ടാസ്ക് എന്താ പറയാ, നമുക്ക് ചെയ്യേണ്ട അവര് ചെയ്തോളൂ. ഓക്കെ, ദെൻ അത് തന്നെ പറയുന്നത്, മുണ്ടെയിൻ ടാസ്ക് അവർ ചെയ്തോളൂ. ക്രിയേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളത് ഹ്യൂമൻ ബീയിങ്സിന് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഈ സിമ്പിൾ ആയിട്ടുള്ള ടാസ്ക് ചെയ്യുമ്പോൾ ബോറടിക്കും അല്ലേ? നമുക്ക് കുറച്ചുകൂടെ എന്താ പറയാ, പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനാണ് താല്പര്യം, പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനാണ് ഇഷ്ടം അല്ലേ? ദെൻ ലിമിറ്റേഷൻ ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഹൈ കോസ്റ്റ്, ഭയങ്കര പൈസയാണ്. ചെറിയ കാര്യമൊന്നും അല്ലല്ലോ, വലിയ വലിയ കാര്യങ്ങൾ. നമ്മളെ പോലെയുള്ള ബ്രില്യൻ മെഷീൻസും കാര്യങ്ങളുമാണ്. അപ്പം ചെറിയ പൈസയൊന്നും അല്ല അതിന്. പുതിയ അഡ്വാൻസ്ഡ് സോഫ്റ്റ്വെയർസ്, ഹാർഡ്വെയർസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് അതിന്. സോ അതിന്റെ ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് ഹൈ ആണ്. അപ്പൊ അത് നമ്മളൊന്ന് ആർട്ടിഫിഷ്യൽ ബേസ്ഡ് സിസ്റ്റം ഉണ്ടെങ്കിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യലും അതിനെ റിപ്പയർ ചെയ്യലും കാര്യങ്ങളൊക്കെ പറയുന്നത് ഹെവി ഓൺ പോക്കറ്റ് ആണ്. ഇറ്റ് ഈസ് റിയലി എക്സ്പെൻസീവ് ആണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബേസ്ഡ് സിസ്റ്റംസിനെ എന്താ പറയുക, ഡിസൈൻ ചെയ്ത് ക്രിയേറ്റ് ചെയ്യുക, അത് യൂസ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക, റിപ്പയർ ചെയ്യുക എന്ന് പറയുന്നത് ഇസ് റിയലി എക്സ്പെൻസീവ്. ദെൻ മേക്കിംഗ് ഹ്യൂമൻസ് ലേസി. നമ്മുടെ പണികളെല്ലാം ആർക്ക് കൊടുത്തു? AI ബേസ്ഡ് സിസ്റ്റത്തിന് അല്ലെങ്കിൽ മെഷീൻസിന് കൊടുത്തു. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ഇങ്ങനെ ഇരിക്കുക, ഗെയിമും കളിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നെറ്റ് ബ്രൗസ് ചെയ്യുക, ഫേസ്ബുക്ക്, ഇതൊക്കെ ഞാൻ ചെയ്യുന്ന കാര്യമാണ് കേട്ടോ. ഓക്കെ, ഞാൻ കഴിഞ്ഞ വീക്ക് മൊത്തം ലേസി ആയിരുന്നു. ഓക്കെ, ഒരെണ്ണം ഉണ്ട്, ലാക്കിംഗ് ലാറ്ററൽ തിങ്കിങ്. ലാക്കിംഗ് ലാറ്ററൽ തിങ്കിങ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു സിറ്റുവേഷൻ വന്നാൽ